സുഹൃത്തുക്കളെ, രാവിലെ തന്നെ നമ്മളെ എമസോൺ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നേരെ സൈറ്റിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ടേ. രാവിലെ തന്നെ ഒസങ്കടി ടൗണിൽ തന്നെയാണ് പണി. ഇന്നലെ ടാറിങ് മൊത്തമായിട്ട് തീർന്നില്ല. അപ്പം അതിൻ്റെ ബാലൻസ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പേവറൊക്കെ ഇത് ഇവിടെ സെറ്റായി നിൽപ്പുണ്ട്. റോഡിലൂടെയൊക്കെ ബൈക്കൊക്കെ നല്ല ചീറിപ്പായാണ് കേട്ടോ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എമസോൺ വണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ആള് വരാനുണ്ട് കേട്ടോ, നമ്മുടെ ഒരു ഹെൽപ്പർ. അവരാണ് ഇത് സ്പ്രേ ചെയ്യുന്നത്. നമ്മൾ വണ്ടി ഓടിച്ച് പോവുകയാണ്. നമ്മൾ അനീഷ് ഏട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. ഇവരാണ് ഇപ്പോൾ ഈ ടാറിങ്ങിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഏരിയയിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒസങ്കടി ടൗൺ വരെ മൊത്തം കംപ്ലീറ്റ് ചെയ്യും. ഇന്ന് നമ്മുടെ ഒസങ്കടി ടൗൺ ഇപ്പോൾ ബ്ലോക്കാണ്. അപ്പോൾ നമ്മുടെ ആള് വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഇന്ത്യക്കാരൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരനാണ് ഇതിൻ്റെ ഈ എമേഷൻ സ്പ്രേ ഒക്കെ ചെയ്ത് മൊത്തത്തിൽ റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ എമേഷൻ അടിച്ച് മൊത്തം ഈ ഏരിയയൊക്കെ മൊത്തം എമേഷൻ അടിച്ച് പോകണം. എന്നാലാണ് അടുത്ത പരിപാടി തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഏരിയ എമേഷൻ അടിച്ച് വിട്ടിട്ടുണ്ട്. ടാറിങ് പരിപാടികളൊക്കെ തന്നെ തുടങ്ങി. ഇവിടം വരെ അടിച്ചു. ഇവിടെ ഇപ്പോൾ കുറച്ച് മണ്ണൊക്കെ കാണുന്നുണ്ട് റോഡിൻ്റെ മുകളിൽ. ഇത് ഇവിടുന്ന് ആരോ രാത്രി എന്തോ ഇറ്റാച്ചി അങ്ങ് കൊണ്ടുപോയതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണം. നമ്മുടെ ഒസങ്കടി ടൗൺ ഇതാ രാവിലെ ഇങ്ങനെയാണ് കേട്ടോ. റോഡിലൂടെയൊക്കെ വണ്ടി നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ദൂരെയായിട്ട് നമ്മളിതാ ചുവന്ന വേരിക്കേഷൻ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്ക് സ്പീഡിൽ പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ പ്രശ്നമാണ്. ഓരോ വണ്ടികളായിട്ട് ഇത് വന്നു തുടങ്ങി. പിറകിലുള്ള വണ്ടി ലോഡ് തട്ടിക്കഴിഞ്ഞാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മളിതാ വീണ്ടും ഇത്രത്തോളം എമേഷൻ അടിച്ചു. ഒസങ്കടി ടൗണിൻ്റെ, അതായത് നമ്മുടെ പാലത്തിൻ്റെ സൈഡിലായിട്ട് മൊത്തം പൊടിയൊക്കെ അടിച്ച് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷൈജു ഏട്ടനും ചന്ദ്രാട്ടനുമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കംപ്രസറിലെ സാരഥികൾ. ഇപ്പോൾ താഴെയാണെങ്കിൽ വണ്ടികളൊക്കെ നല്ല പിടുത്തം പെട്ട പോക്കാണ്. പാലത്തിൻ്റെ മുകളിലായിട്ട് അത്യാവശ്യം തിരക്കുകൾ മെല്ലെ മെല്ലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടാറിങ് വർക്ക് ഒസങ്കടി പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ വെള്ളപ്പൊടി പോലെ കാണാം. ഇത് എമസൺ അടിച്ചതാണോ എന്ന് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ചോദിച്ചു. പക്ഷേ ഇത് എമസൺ അല്ല കേട്ടോ, ഇത് മാസ്റ്റിംഗ് എന്ന് പറയും. ഒരു വാട്ടർ പ്രൂഫ് പരിപാടി തന്നെയാണ്. ഇത് താറ് തന്നെയാണ് സാധനം. താറിൻ്റെ അകത്ത് ഓരോ മെറ്റീരിയൽസ് ഇട്ടിട്ട് ചെയ്യുന്നതാണ്. ഇവിടെയൊന്നും മാസ്റ്റിംഗ് ചെയ്തില്ല. ഈ മാസ്റ്റിംഗ് ചെയ്ത സ്ഥലം മാത്രം നമുക്ക് ഇവിടുന്ന് കാണാം. ഇനിയിപ്പോൾ അവർ ചെയ്ത് വരുന്നുണ്ട്. ഇതിങ്ങനെ താറിൻ്റെ ഒരു വേറൊരു ടൈപ്പ് സാധനമാണ്. അത് ചൂടാക്കി ഉരുക്കി മിക്സാക്കിയിട്ടാണ് ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരുന്നത്. അത് ഇത്രത്തോളം ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ചെയ്യണം. അതേപോലെ നമ്മുടെ ഒസങ്കടി പാലത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ റോഡ് കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. ലൈനൊക്കെ വരഞ്ഞ് മൊത്തം അടിപൊളി റോഡാണ്. അപ്പോൾ നമ്മുടെ ഓരോ വണ്ടികളായിട്ട് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും മിക്സിൻ്റെ വണ്ടിയല്ല, മണ്ണിൻ്റെ പരിപാടിയാണ്. നമ്മുടെ ടാറിങ് ഇതാ പേപ്പർ മെഷീനൊക്കെ ഇവിടെ എത്തി. പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ എമേഷൻ അടിച്ച് കുളിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ റെയിൽവേ ട്രാക്കും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേവർ നമ്മുടെ ഒസങ്കടി പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും വേറെ മാറ്റി വെച്ചിട്ട് രണ്ടാമത്
ചെറിയൊരു സൈഡും കൂടി വലിക്കാനുണ്ട്. അപ്പോൾ പേവർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊസങ്കടി പാലത്തിൻ്റെ മുകളിൽ ഇതാണ് അവസ്ഥ കേട്ടോ. നമ്മളെ മിക്സും വണ്ടിയൊക്കെ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പേവർ ഇതേ കൊസങ്കടി പാലത്തിൻ്റെ പകുതിയോളം സർവീസ് റോഡിൻ്റെ താറിങ് വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിതാ ഇവിടെയൊക്കെ താറിങ് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ കൊസങ്കടി സർവീസ് റോഡ് ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റോളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പേവറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ താറിങ് വലിച്ച് റെഡിയാക്കണം. നമ്മുടെ മിക്സും വണ്ടിക്ക് പിറകിലായിട്ട് ഇങ്ങനെ നേരെയായിട്ട് വന്ന് കിടപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രജരാട്ടനും ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ റോളർ അടിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. അടുത്തത് PTRൻ്റെ കളിയാണ്. അപ്പോൾ ഇത് PTR അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിച്ച് നല്ല റോഡ് നല്ല സെറ്റാക്കി വരികയാണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ബസ്സൊക്കെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ റെയിൽവേ ക്രോസിങ് വരുന്നതുകൊണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ വരെയുള്ള താറിങ് നമ്മുടെ കഴിഞ്ഞു. ഇനി ഇത് ഈ സൈഡിലായിട്ട് റെഡിയാക്കണം. ഇനിയിപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്യണം. അതിൻ്റെ പരിപാടിയൊക്കെയാണ്. നമ്മുടെ കൊസങ്കടി ഭാഗത്തുള്ള താറിങ് കഴിഞ്ഞ് നേരെ താഴോട്ട് പോകണം. അപ്പോൾ നമ്മളിവിടുന്ന് വണ്ടി എടുക്കുകയാണ്. ഇതൊക്കെ ഇനി താഴേന്ന് റെഡിയാക്കി വരണം. ഇനി പേവറൊക്കെ നമ്മൾ എടുത്ത് താഴെ കൊണ്ടുവെക്കണം. അപ്പോൾ നമ്മുടെ ചായയുടെ ബ്രേക്ക് ആയിട്ടുണ്ട്. ടീ ബ്രേക്കാണ്. പക്ഷെ ചായ ഒന്നുമില്ല. ഇത് നമ്മുടെ മാങ്ങണ്ടി ഇതാ കഞ്ഞി കുടിക്കുകയാണ്. ഇതുപോലത്തെ ഒരു 10 പ്ലേറ്റ് കഞ്ഞിയെങ്കിലും മാങ്ങണ്ടി കുടിച്ചിരിക്കും. അതേപോലെ തന്നെ ഇതാ മീൻകറിയുണ്ട്, ചമ്മന്തിയുണ്ട്, കടലയുണ്ട്, ചോറുണ്ട്, കഞ്ഞിയുണ്ട്. ഇതാണ് നമ്മുടെ രാവിലെയുള്ള ഫുഡ്. 10:30 ഫുഡ്. എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ പേവറിനെ ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. ആ ദൂരെ ഇതേ നമ്മുടെ കമ്പ്രസറൊക്കെ പൊടിയടിച്ച് വരുന്നുണ്ട്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് താറ് ചെയ്യേണ്ട സ്ഥലം. നമ്മുടെ മെയിൻ റോഡിലൂടെ അറഞ്ചം പറഞ്ചം വണ്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുഹൃത്തുക്കൾ, ഇതാണ് നമ്മുടെ പേവറിൻ്റെ സ്റ്റിയറിങ്. നമ്മളിങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്തണമെങ്കിൽ ഈ സ്വിച്ച് ഞെക്കിയാൽ മതി കേട്ടോ. വണ്ടി നിന്നു. ഇത് ആക്സിലേറ്ററാണ്. അപ്പോൾ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ പൊടിയടിച്ച് പോകുന്നുണ്ട്. ബേക്കിൽ നമ്മുടെ JCBയും കാര്യങ്ങളൊക്കെ തന്നെ റോഡിലായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേവറിൽ ഇതാണ് പേവറിൻ്റെ സെറ്റപ്പ്. വണ്ടി ഓഫ് ചെയ്യണമെങ്കിൽ ഇതാണ് എൻജിൻ ഓൺ ഓഫ് ചെയ്ത് കേട്ടോ. നമ്മൾ പേവർ എടുത്തത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ എമിഷൻ എടുത്തിട്ട് മൊത്തം ഇവിടേക്ക് അടിക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. ഇനി അടുത്ത നമ്മുടെ താറിങ് വർക്ക് ഇതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒസങ്കടിയിൽ നിന്ന് പൊസോട്ട് പാലത്തിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് നമ്മുടെ അടുത്ത സ്റ്റാർട്ടിങ്. തൊട്ടടുത്തല്ല, കുറച്ച് മാറിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ദൂരെയാണ് നമ്മുടെ എമിഷൻ വണ്ടിയൊക്കെ ഉള്ളത്. അതെടുത്തിട്ട് മൊത്തം ഇവിടെയൊക്കെ എമിഷൻ അടിച്ച് റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എമിഷൻ അടിച്ച് തുടങ്ങി. അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ മൊത്തം പൊടിയൊക്കെ അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പൊടിയൊക്കെ അടിച്ച് പോക്കിയിട്ട് വേണം നമുക്ക് ഇവിടെ എമിഷൻ അടിക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. എന്നാലും നമ്മുടെ പണിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. വെച്ചിളക്കി വിടുകയാണ്. അപ്പോൾ വൈകാതെ തന്നെ നമ്മുടെ എല്ലാ സർവീസ് റോഡിൻ്റെ താറിങ് വർക്കും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോഴേ നമ്മളിങ്ങനെ പൊടിയടിച്ച് പോവാണ്. നമ്മൾ എമച്ചനൊക്കെ
പൊടിയൊക്കെ അടിച്ച് തൊട്ടടുത്തായിട്ട് നമ്മുടെ താരങ്ങിൻ്റെ എത്തി കഴിഞ്ഞു. അതേപോലെ ഫ്രണ്ടിലൊക്കെ മൊത്തം പൊടിയടിച്ച് ക്ലിയറായാൽ മാത്രമേ ബാക്കി പരിപാടികൾ നടക്കൂ. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. സുഹൃത്തുക്കളെ, തളർന്നു. ഇതിപ്പോ 4ാമത്തെ കുപ്പി വെള്ളം കുടിക്കുക ഇത് എൻ്റെ പരിപാടി. അത്യാവശ്യം വെയിലെന്നെല്ലാം പറഞ്ഞാൽ ഒന്നും എന്താ പറയുക, കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെയിലാണ്. നല്ല ചൂടാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ എമസൺ അടിച്ച് പോകുന്നുണ്ട്. ഏതാണ്ട് നമ്മുടെ ഒസങ്കടി പാലത്തിന്റെ അടുത്തായിട്ട് എത്താറായിട്ടുണ്ട്. തൊട്ട് പിറകായിട്ട് തന്നെ നമ്മുടെ താറിങ്ങിന്റെ പരിപാടിയും വരുന്നുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ പൊടിയടിക്കുന്നു, അതിനടിപ്പിച്ച് എമസൺ അടിക്കുന്നു, തൊട്ടി പിറകിലായിട്ട് താറിങ് ചെയ്യുന്നു. ഇതായപ്പോ നടന്നു വരുന്നത്. അപ്പൊ ഇതാ നമ്മുടെ ഒസങ്കടി പാലത്തിന്റെ മുകളിൽ ഇതേ ബസ് വന്നു. എപ്പോഴും ഇവിടെ ബസ് ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞാൻ കണ്ടൊരു പ്രത്യേകത അതാണ്. അപ്പൊ നമ്മളെ റോഡൊക്കെ നോക്കിയത്, റോഡൊക്കെ മൊത്തം ബിസിയാണ്. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങനെ വിലങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് ലോഡ് തട്ടിപ്പോയി. ഇത് നമ്മുടെ താറിങ് പരിപാടികൾ ഒസങ്കടി പാലത്തിന്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞു. തൊട്ടടുത്ത് തന്നെ റോളറും തൊട്ടടുത്ത് തന്നെ പേവറും അതേപോലെ തന്നെ നമ്മുടെ എമഷൻ വണ്ടിയും ഇത് ഇത്രത്തോളം അടിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ എമഷൻ വണ്ടി ഇത് എവിടെ കിടപ്പുണ്ട് പാലത്തിന്റെ മുകളിലായിട്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട്. വീണ്ടും വർക്ക് തുടങ്ങാറായി. നമ്മളിപ്പോൾ പാലം ഇന്ന് ടാർ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ നേരെ ഈ ഒസങ്കടി നിന്നും ഉപ്പള ഭാഗത്തോടുള്ള സർവീസ് റോഡ് തന്നെ ചെയ്തു പോവാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ പണി ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിടുത്തം വിട്ട പണി തുടങ്ങിക്കഴിഞ്ഞു. നമ്മളിതാ എമസൺ അടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഷൈജുവേട്ടനും ചന്ദ്രാടനും പൊടിയൊക്കെ അടിച്ച് പോകുന്നുണ്ട്. അപ്പൊ ഇതാണിപ്പോ ഒസങ്കടിയുള്ള അവസ്ഥ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. നമ്മുടെ മെയിൻ റോഡിലൂടെ വണ്ടികളിങ്ങനെ തലങ്ങനെ വിലങ്ങനെ ചീറിപ്പാഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ടീമൊക്കെ ഇതേ പൊടിയൊക്കെ ചാടി റെഡിയാകുന്നുണ്ട്. ഇതിപ്പോൾ ചെയ്ത താറായത് കൊണ്ടാണ് കേട്ടോ. ഇപ്പം തന്നെ വണ്ടി കയറ്റുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് ഏരിയ ഇങ്ങനെ പൊടിയാട് റെഡിയാക്കുന്നത്. അത്യാവശ്യം നമ്മുടെ ഒസങ്കടി പാലത്തിൻ്റെ മുകളിൽ തിരക്കായി വരുന്നുണ്ട്. അപ്പം പൊടിയൊക്കെ ചാടി റോളർ അടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇത് നേരെയായിട്ട് ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. ലാസ്റ്റ് അത് നമ്മുടെ പേവലോട്ട് വണ്ടി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതേ ഇവിടെ ഫ്രണ്ടിലായിട്ട് പൊടി അടിച്ച് പോകുന്നുണ്ട്. അതേപോലെ തന്നെ എമസൺ അടിച്ച് പോകുന്നുണ്ട്. എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട്. ചായ എത്തിയിട്ടുണ്ട്. ചായ നല്ല നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ചായയുണ്ട്. എല്ലാവരും ചായ കുടിക്കേണ്ട തിരക്കിലാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം പൊടിയൊക്കെ അടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഏരിയയൊക്കെ നമുക്ക് എമസൺ അടിക്കണം. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ റോഡൊക്കെ നല്ല ബിസിയാണ് കേട്ടോ. വണ്ടികളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പരിപാടികളിങ്ങനെ ഏതാ ഓരോന്നോരോന്നായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വണ്ടികളിങ്ങനെ തട്ടി പോകുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് നമ്മുടെ കംപ്രസർ മൊത്തം പൊടിയടിച്ച് റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ പരിപാടിയൊന്നും കഴിഞ്ഞില്ല. സമയം ഏതാണ്ട് 6:15 കേട്ടോ. അപ്പോൾ നമ്മൾ താറിയത് വെച്ച് അങ്ങോട്ട് പോവാണ്. നമ്മളിങ്ങനെ എമസൺ അടിച്ച് പോകുന്നുണ്ട്. തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇതേ പൊടി അടിച്ച് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല കാർമേഘങ്ങളൊക്കെയാണ് കേട്ടോ. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 ലോഡും കൂടി മാത്രമേ തട്ടാനുള്ളൂ. ഇതേ ഒരു ലോഡ്, ലാസ്റ്റ് ലോഡാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ഈ ലോഡ് കൂടി തട്ടി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോവാം. നേരത്തെ എമസന്റെ ഒരു പൈപ്പൊക്കെ പൊട്ടി മൊത്തം ഡീസലിലൊക്കെ കുളിച്ച് കേട്ടോ. പേന്റൊക്കെ മൊത്തം ഡീസലാണ്. എമസനൊക്കെ മൊത്തം കുളിച്ച് പണിയായിപ്പോയി.
ഈ അവസാന ലോഡും കൂടി തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഉപ്പള ഒസങ്കടി കഴിഞ്ഞ് നമ്മൾ എക്സൈസ് ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ റോഡൊക്കെ ഇപ്പോഴും നല്ല രീതിയിലുള്ള തിരക്കിലാണ്.